പറഞ്ഞെന്നറിയുമോ? ഇബാദ. ഖലാസ്. ഒരൊറ്റ പ്രാവശ്യം കേട്ടാൽ കാണാപ്പാടാക്കാൻ കഴിയുന്ന ഒരു ചെറിയ വാചകം അത് മതി. ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന. അതെ, പ്രാർത്ഥനയാണ് ആരാധന എന്ന് പറഞ്ഞു. എന്താ പ്രാർത്ഥന? അവിടെയും ചിന്താക്കുഴപ്പങ്ങൾ അലക്കിപ്പെട്ടിരിക്കുന്നു ചില ആളുകൾ. ഒരാൾ വയന്ന് പറഞ്ഞതായി കേട്ടവരിൽ നിന്ന് ഞാൻ അറിഞ്ഞു. ഒരു മനുഷ്യൻ കിണറ്റിൽ വീണു പോയാൽ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി, കരകയറ്റി തരാൻ വേണ്ടി കിണറ്റിന്റെ കരയിൽ നിൽക്കുന്ന ആളെ വിളിച്ച് അപേക്ഷിക്കലും എന്ന് രക്ഷിക്കണ എന്ന് വിളിച്ചു തരലും രണ്ടും ഒരുപോലെയാണ്. ഒരുപോലെയാണെന്ന് വെച്ചാൽ ഈ കരയിൽ നിൽക്കുന്ന ആളെ വിളിച്ചു തേടുന്നതിന് ആക്ഷേപമില്ലല്ലോ. അത് വയന്ന് പറഞ്ഞതായി കേട്ടവരിൽ നിന്ന് ഞാൻ അറിഞ്ഞു. ഒരു മനുഷ്യൻ കിണറ്റിൽ വീണു പോയാൽ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി, കരകയറ്റി തരാൻ വേണ്ടി കിണറ്റിന്റെ കരയിൽ നിൽക്കുന്ന ആളെ വിളിച്ച് അപേക്ഷിക്കലും എന്ന് രക്ഷിക്കണ എന്ന് വിളിച്ചു തേടലും രണ്ടും ഒരുപോലെയാണ്. ഒരുപോലെയാണെന്ന് വെച്ചാൽ ഈ കരയിൽ നിൽക്കുന്ന ആളെ വിളിച്ചു തേടുന്നതിന് ആക്ഷേപമില്ലല്ലോ, അതുപോലെ മറ്റൊന്നിനും ആക്ഷേപമില്ല എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ പ്രാസംഗികൻ. അങ്ങനെ ആകെ കുഴച്ചു മുറിച്ച് നാശമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അതൊന്ന് വിശദീകരിക്കൽ ആവശ്യമായി വന്നു. ശരി, പ്രാർത്ഥന എന്ന് വെച്ചാൽ എല്ലാവിധ അപേക്ഷകൾക്കും പ്രാർത്ഥന എന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. ഈ പച്ചപരമാർത്ഥത്തിൽ നേർക്കുന്നവരെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ള കാര്യം. നമ്മളൊരു രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ട് അവിടെ വേണ്ടപ്പെട്ടവരോട് പറയുകയാണ്, ഇതാ ഞങ്ങളുടെ ഈ രോഗിയെ ഇവിടെ കിടത്തി ചികിത്സിച്ച് തരേണ്ടത് എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്ന് പറയും. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ആരെങ്കിലും പറയലുണ്ടോ? ഇല്ല, പറയലില്ല. അപേക്ഷിക്കാന്ന് പറയും. അതുപോലെ നമ്മളുടെ ഒരു കുട്ടിയെ കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാൻ വേണ്ടി ചെന്നിട്ട് പ്രിൻസിപ്പാളോടും മറ്റ് വേണ്ടപ്പെട്ടവരോടും ഞങ്ങളുടെ കുട്ടിക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കണമോ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്നല്ലാതെ പ്രാർത്ഥിക്കുന്നു എന്ന് ആരെങ്കിലും പറയലുണ്ടോ? അത് എന്റെ കാര്യം. അപ്പൊ പ്രാർത്ഥന എന്നുള്ളത് ഒരു പ്രത്യേക തരത്തിലുള്ള അപേക്ഷയാണ്. എല്ലാ അപേക്ഷക്കും പ്രാർത്ഥന എന്ന് പറയുകയില്ല. എന്ത് അടിസ്ഥാനമാണ്, അതിന്റെ അടിസ്ഥാനം എന്തെന്നുള്ളത് മനസ്സിലായാൽ കാര്യം ക്ലിയറായി. ഞാൻ ഉദാഹരണം പറയാം. ശക്തിയായി കാഴ്ചടിച്ചിട്ട് നമ്മളെ വീട്ടിന്റെ മുറ്റത്തുള്ള ഒരു തെങ്ങ് വീട്ടിന്റെ നേരെ ചാഞ്ചി വരികയാണ്. അതിനോട് പറഞ്ഞു വീണാൽ വീട് തകരും, വമ്പിച്ച നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ഈ ഘട്ടത്തിൽ ഒരു മുട്ടുകൊടുത്ത് തെങ്ങ് താങ്ങി നിർത്താനും കഴിയുന്നില്ല, കമ്പി വലിച്ചു കെട്ടാനും കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും അപകടം കൂടാതെ രക്ഷപ്പെടണമെന്നുള്ള ആശ ശക്തിയായി മനസ്സിൽ ഉണ്ട്. ഒരു വഴിയും കാണുന്നില്ല. ഇതിന് ഭൗതികമായിട്ടുള്ള യാതൊരു മാർഗവും അവിടെ ഇല്ല. ആ സമയത്ത് മനസ്സിൽ നിന്നൊരു ആഗ്രഹം ഇളകി വശമാവില്ല മനുഷ്യർക്ക് അതുണ്ടാവും. പോറ്റിനും മൂലികളും ഉണ്ടാവില്ല. മനുഷ്യ മുട്ടുകൊടുത്ത് തെങ്ങ് താങ്ങി നിർത്താനും കഴിയുന്നില്ല, കമ്പി വലിച്ചു കെട്ടാനും കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും അപകടം കൂടാതെ രക്ഷപ്പെടണമെന്നുള്ള ആശ ശക്തിയായി മനസ്സിൽ ഉണ്ട്. ഒരു വഴിയും കാണുന്നില്ല. ഇതിന് ഭൗതികമായിട്ടുള്ള യാതൊരു മാർഗവും അവിടെ ഇല്ല. ആ സമയത്ത് മനസ്സിൽ നിന്നൊരു ആഗ്രഹം ഇളകി വശമാവില്ല മനുഷ്യർക്ക് അതുണ്ടാവും. പോറ്റിനും മൂലികളും ഉണ്ടാവില്ല. മനുഷ്യർക്കുള്ള ഒരു ജന്മവാസനയാണത്. ശരി, ഈ അപേക്ഷയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന. അത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നാണ് ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹു ഇതിന്റെ ആശയത്തിൽ വരുന്നത്. വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. ആരോടെന്ന് വെച്ചാൽ ബന്ധപ്പെട്ട ഒരു വ്യക്തി ഉണ്ട്, അവരെയും കൂടി അപേക്ഷിക്കാൻ പാടില്ല. ആരാണ് ആ വ്യക്തി? കാറ്റിന്റെ കാര്യത്തിൽ അള്ളാഹു കൽപ്പിച്ചാക്കിയ മീകായിൽ എന്ന മലക്ക് ഈ ഇസ്ലാമിന്റെ അഖീദയിൽപ്പെട്ടതാണ്. ആ മീകായിൽ എന്ന മലക്കിനോട് ബഹുമാനപ്പെട്ട മീകായിൽ എന്ന മലക്ക് ഈ കാറ്റ് ഇത്ര ശക്തിയായിട്ട് ഈ തെങ്ങ് എന്റെ വീട്ടിന്റെ നേരെ ചാഞ്ഞു വന്നിട്ട് അത് പറഞ്ഞു വീണാൽ കാര്യം അപകടമായി പോകുമല്ലോ, അതുകൊണ്ട് അതിന്റെ ശക്തി ഒന്ന് ലഘുവാക്കണേ, അതല്ലെങ്കിൽ വേറെ വഴിക്ക് തിരിച്ചു വിടണേ എന്നിങ്ങനെ മീകായിൽ എന്ന മലക്കിന് വിളിച്ച് അപേക്ഷിക്കാൻ പാടുണ്ടോ? പാടില്ല എന്നാ അവിടെ പറയാൻ പാടില്ല. ആരോടെന്ന് വെച്ചാൽ ബന്ധപ്പെട്ട ഒരു വ്യക്തി ഉണ്ട്, അവരെയും കൂടി അപേക്ഷിക്കാൻ പാടില്ല. ആരാണ് ആ വ്യക്തി?
കാറ്റിന്റെ കാര്യത്തിൽ അള്ളാഹു കൽപ്പിച്ചാക്കിയ മീക്കായിൽ എന്ന മലക്ക് ഈ ഇസ്ലാമിന്റെ അഖീദയിൽപ്പെട്ടതാണ്. ആ മീക്കായിൽ എന്ന മലക്കിനോട് ബഹുമാനപ്പെട്ട മീക്കായിൽ എന്ന മലക്ക് ഈ കാറ്റ് ഇത്ര ശക്തിയായിട്ട് ഈ തെങ്ങി എന്റെ വീട്ടിന്റെ നേരെ കാഞ്ഞു വന്നിട്ട് അത് പറഞ്ഞു വീണാൽ കാര്യം അപകടമായി പോകുമല്ലോ, അതുകൊണ്ട് അതിന്റെ ശക്തി ഒന്ന് ലഘുവാക്കണേ, അതല്ലെങ്കിൽ വേറെ വഴിക്ക് തിരിച്ചു വിടണേ എന്നിങ്ങനെ മീക്കായിൽ എന്ന മലക്കിന് വിളിച്ച് അപേക്ഷിക്കാൻ പാടുണ്ടോ? പാടില്ല എന്നാണ് അവിടെ പറയുന്നത്. ഇത് ഒന്നുമല്ലാതെ യാതൊരു ബന്ധമില്ലാത്ത ചില ആളുകളെ വിളിച്ചിട്ട് യുദ്ധിച്ച പോയത്തല്ലേ അത്. ഇവിടെ ഒരു വകണ്ട് പറയാൻ, പക്ഷെ അത് പാടില്ല. എന്തുകൊണ്ട് പാടില്ല? അത് അള്ളാഹു വിരോധിച്ചതുകൊണ്ട്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമായിരിക്കണമെന്ന് അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശൈഅ അതാണ്. അപ്പോൾ ഈ അപേക്ഷ ഉണ്ടല്ലോ, ഈ അപേക്ഷ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കും. എന്തുകൊണ്ട് പാടില്ല? അത് അള്ളാഹു വിരോധിച്ചതുകൊണ്ട്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമായിരിക്കണമെന്ന് അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശൈഅ അതാണ്. അപ്പോൾ ഈ അപേക്ഷ ഇവിടെ ഒരു വകണ്ട് പറയാൻ, പക്ഷെ അത് പാടില്ല. എന്തുകൊണ്ട് പാടില്ല? അത് അള്ളാഹു വിരോധിച്ചതുകൊണ്ട്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമായിരിക്കണമെന്ന് അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശൈഅ അതാണ്. അപ്പോൾ ഈ അപേക്ഷ ഉണ്ടല്ലോ, ഈ അപേക്ഷ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ എന്താ മാർഗം? കത്തയക്കാൻ കഴിയൂല. അള്ളാഹുവിന്റെ മേൽവിലാസത്തിലൂടെ കത്തയക്കാൻ പറ്റൂല, ഫോൺ ചെയ്യാൻ പറ്റൂല, ടെക്സ്റ്റ് അടിക്കാനും പറ്റൂല, ഫാക്സും പറ്റൂല, ഒന്നും നടക്കൂല. പിന്നെ എന്താ പണി? നോക്കിയിട്ട് കാണുന്നില്ല. ഭൗതികമായ ദൃശ്യമായ മാർഗം ഇല്ല. അള്ളാഹുവിന്റെ മേൽവിലാസത്തിലൂടെ കത്തയക്കാൻ പറ്റൂല, ഫോൺ ചെയ്യാൻ പറ്റൂല, ടെക്സ്റ്റ് അടിക്കാനും പറ്റൂല, ഫാക്സും പറ്റൂല, ഒന്നും നടക്കൂല. പിന്നെ എന്താ പണി? നോക്കിയിട്ട് കാണുന്നില്ല. ഭൗതികമായ ദൃശ്യമായ മാർഗം ഇല്ല. എങ്കിലും മനസ്സിൽ കരുതിയത് പോലും അവ അറിയുകയും വേണ്ടത് ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവക്കാരനാണ് അള്ളാഹു. ആ നിലക്ക് അപേക്ഷ എന്ന് പറയില്ലേ. അപ്പോൾ ഈ അപേക്ഷ സമർപ്പിക്കാൻ ദൃശ്യവും ഭൗതികവുമായ മാർഗമില്ല, അഭൗതികവും അദൃശ്യവുമാണ്. അപ്പോൾ ഈ അപേക്ഷ സമർപ്പിക്കാൻ ദൃശ്യവും ഭൗതികവുമായ മാർഗമില്ല, അഭൗതികവും അദൃശ്യവുമാണ്. ആ നിലക്ക് അപേക്ഷ എന്ന് പറയില്ലേ. അപ്പോൾ ഈ അപേക്ഷ സമർപ്പിക്കാൻ ദൃശ്യവും ഭൗതികവുമായ മാർഗമില്ല, അഭൗതികവും അദൃശ്യവുമാണ്. അതുകൊണ്ട് ആ അപേക്ഷ സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് അതിന് വേണ്ടത് ചെയ്തു തരിക എന്നുള്ളതിനും ഭൗതികമായ ദൃശ്യമായ മാർഗമില്ല. അതും അഭൗതികവും അദൃശ്യവും തന്നെയാണ്. അതാണ് പ്രാർത്ഥന. അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷ, അതാണ് പ്രാർത്ഥന. മാർഗത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷ, അതാണ് പ്രാർത്ഥന. മാർഗമില്ല, അതും അഭൗതികവും അദൃശ്യവും തന്നെയാണ്. അതാണ് പ്രാർത്ഥന. അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷ, അതാണ് പ്രാർത്ഥന. അത് അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ, വേറെ ആരോടും ആയിക്കൂടാ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതാണ് ആരാധന. അദ്ദുആഉ വൽ ഇബാദ. വളരെ കാര്യമായി നിങ്ങളിത് പഠിച്ചോളി. ഇതാണ് ആരാധന. അപ്പോൾ അള്ളാഹുവിനെ രക്ഷിക്കണേ എന്ന് തേടിയാൽ അള്ളാഹുവിനെ ആരാധിച്ചു. ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് തേടിയാൽ അപ്പനെ ആരാധിച്ചു. മുഹദ്ദീൻ ശേഖയെ രക്ഷിക്കണേ എന്ന് തേടിയാൽ ശേഖനെ ആരാധിച്ചു. അതാണോ കാര്യം? പിന്നെന്താ? എന്നാൽ പിന്നെ ഈസാ നബിയെ വിളിച്ചു തേടുന്നത് എതിർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞാൽ കുരുത്തം കെട്ടവരെ, നീ ഇപ്പോൾ തന്നെ തല തിരിഞ്ഞു പോയോ? തലയൊന്നും തിരിഞ്ഞിട്ടില്ല, കാര്യം തിരിയാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവരുടെ അടുക്കൽ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നതിന് ആക്ഷേപമില്ല, അള്ളാഹുവിന് വെറുക്കപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നതിന് ആക്ഷേപമുള്ളൂ എന്നാണ്. പക്ഷെ കുറച്ചും കൂടി നമ്മൾ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇസ്മിന്റെ പണിച്ചിട്ടൊന്നുണ്ടല്ലോ പേർക്ക് പൈസമാർക്ക്.
അതിന് ജിന്നിനോടും ഷെയ്ത്താനോടും ഒക്കെ ഒരു പ്രാർത്ഥില്ല. വേറെ അള്ളാഹു അല്ലാത്ത ആരെ മലക്കായാലും ജിന്നായാലും വലിയായാലും ഷെയ്ഖായാലും ഉണ്ടല്ലോ, എന്തൊക്കെ പേരുകളുണ്ടോ ഒക്കെ നിങ്ങൾ എടുത്തോളി. അവിടെ ഒന്നും പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതേതാണ്? നേരത്തെ ഉദാഹരണത്തിൽ അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വിഷയത്തിൽ എന്തായി? അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല. വേറെ അള്ളാഹു അല്ലാത്ത ആരെ മലക്കായാലും ജിന്നായാലും വലിയായാലും ഷെയ്ഖായാലും ഉണ്ടല്ലോ, എന്തൊക്കെ പേരുകളുണ്ടോ ഒക്കെ നിങ്ങൾ എടുത്തോളി. അവിടെ ഒന്നും പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരോടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ അതാണ് പ്രാർത്ഥന. അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷ, അതാണ് പ്രാർത്ഥന. അത് അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ, വേറെ ആരോടും ആയിക്കൂടാ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.